ഹരിദ്വാറിൽ സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പവൻധാം ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണ്. ഗീതാഭവൻ ട്രസ്റ്റ് ആണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇതിനകത്തെ ദൃശ്യങ്ങൾ വിസ്മയകരമാണ്. ഗ്ലാസ് എവിടെയെല്ലാം ഗ്ലാസ് ഉണ്ടെന്നോ എവിടെ ഗ്ലാസ് തീരുന്നോ ഒരു പിടിയില്ല. എന്നാലും ഗ്ലാസ് കൊണ്ടുള്ള ഒരു മായാവിലാസമാണ് നടക്കുന്നത്. കാണാവുന്ന മനോഹരമായ കാഴ്ചയാണ്. സർവ്വസ്ഥലവും ഗ്ലാസ്സുകളുടെ ഒരു ഗ്ലാസ് കൊണ്ട് എത്രയോ ദൂരെയും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ അവസാനിക്കും. പക്ഷേ വീണ്ടും അങ്ങോട്ട് പോകുമ്പോഴേക്കും അവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഗ്ലാസ്. ഇനി എവിടെയാണിത് നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നതെന്ന് അറിയില്ല. അത്രമാത്രം കംപ്ലീറ്റ് ഗ്ലാസ് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ, ഗ്ലാസുകൾ പതിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ഇവിടെയൊക്കെ ഓരോരുത്തർ അവരവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. ഈ അമ്പലത്തിനുള്ളിൽ നിന്ന് ശിവൻ ഗ്ലാസിൻ്റെ ധൻപാത് പവൻധാം ക്ഷേത്രം. വിഗ്രഹങ്ങളിലും ചുവരുകളിലും സൂര്യരശ്മികൾ പ്രതിഫലിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ ഭംഗി, ഈ ക്ഷേത്രത്തിനുള്ളിലെ ഭംഗി വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. വിഗ്രഹങ്ങളിൽ വിലയേറിയ കല്ലുകളും രത്നങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വെണ്ണക്കല്ലുകൾ കൊണ്ടാണ് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പട്ട് വസ്ത്രങ്ങൾ, ഗ്ലാസുകൾ പതിപ്പിച്ച പട്ട് വസ്ത്രങ്ങൾ കൊണ്ട് അണിഞ്ഞിട്ടുണ്ട്. ഇത്ര മനോഹരമായ കാഴ്ചയാണ് ഇവിടെ അനുഭവിക്കുന്നത്. പവൻധൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്ലാസ് അമ്പലമാണിത്. ഹരിദ്വാറിലെ അമ്പലം. അതിൻ്റെ ചില പ്രത്യേകത ഗ്ലാസ്സാണ്. കംപ്ലീറ്റ് അതിനകത്ത് ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമകൾ വളരെ വെണ്ണ കല്ല് പോലത്തെ മാർബിൾ വെണ്ണക്കല്ലുണ്ടല്ലോ, ആ മാർബിളിലെ വെണ്ണക്കല്ല് കൊണ്ടാണ് ഈ പ്രതിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ദേവീദേവന്മാരുടെ. ഇതൊക്കെ വളരെ മനോഹരമായ മാർബിൾ കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ്സാണ്. ഇതിലെല്ലാം ഗ്ലാസ്സുകളാണ്. വളരെ 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 നമുക്ക് ശ്രദ്ധിച്ച് ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഗ്ലാസ്സിൽ മുട്ടും എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും കഴിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകത ഉള്ള ഒരു ഹരിദ്വാറിലെ ഒരു അമ്പലമാണിത്. വില്ലുകേശ്വര ക്ഷേത്രം, ആ ക്ഷേത്രത്തിലേക്കുള്ള അതിൻ്റെ കവാടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കവാടത്തിലെത്തിക്കഴിഞ്ഞു. വില്ലുകേശ്വര ക്ഷേത്രത്തിലാണ്. അതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്ന് വെള്ളം എടുത്ത് ആണ് ക്ഷേത്രത്തിനകത്തേക്ക് പോകേണ്ടത്. അവിടെ അഭിഷേകത്തിനുള്ള സംഖ്യയുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഓരോ ചെറിയ കിണ്ടികളിൽ വെള്ളം എടുത്തുകൊണ്ട് പോകണം. ഇവിടെ അഭിഷേകം ചെയ്യുന്നത് കാണാം.
അർദ്ധനഗ്നനായ ഒരു നാഗ സന്യാസി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം വരുന്ന ഭക്തർക്കെല്ലാം പ്രസാദം നൽകുന്നുണ്ട്. ആ സന്യാസിയെ വണങ്ങുന്ന ഭക്തരുമുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ളവരും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ശിവലിംഗത്തിൽ നമുക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാം നേരിട്ട് തന്നെ. അതുപോലെ ഈ നമുക്ക് അഭിഷേകം നടത്താം, ജലാഭിഷേകം നടത്താം. അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ഇത്തരം വിഗ്രഹത്തിന് അടുത്തോട്ട് പോകാൻ പോലും കഴിയില്ല. പക്ഷേ ഇവിടെ ഹരിദ്വാറിലെയും അതുപോലെ വടക്കേ ഇന്ത്യയിലെയും പല ക്ഷേത്രങ്ങളിലും അതിന് ഉള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം 1/2 കിലോമീറ്ററിലധികം ഒരു കാട്ടുപാതയിലൂടെ നടന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ വനത്തിന് ഉള്ളിലായിട്ട് ഏകദേശം വന അന്തരീക്ഷം ഉള്ള ഒരു ഉള്ളിലായിട്ടൊരു ക്ഷേത്രം കണ്ടു. ശ്രീ ഗൗരി കൊണ്ട് മാതാ ഭഗവതി പിന്നെ തപസ്ഥൽ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. അവിടെ വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഞങ്ങൾ ദർശനം നടത്തി. അവിടുത്തെ ഒരു പ്രത്യേകത എന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അവിടെ മനോഹരമായ ഒരു പാനീയം, ഒരു പായസം നമുക്ക് ലഭിച്ചു. ഒരു പ്രത്യേകതയാർന്ന പായസമാണ്. അവിടെ ഒരു സന്യാസി അവിടെ ഇരുന്ന് വരുന്നവർക്കെല്ലാം അതിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അത് വാങ്ങുന്നുണ്ട്. അത് കശുവണ്ടിയും മറ്റുമൊക്കെ ഇട്ട് നെയ്യും കശുവണ്ടിയും ഒക്കെ ചേർത്ത വളരെ എന്തു പറയാം ആരോഗ്യദായനിയായ ഉന്മേഷം നൽകുന്ന ഒരു പാനീയമാണ് അവിടുത്തെ പ്രസാദമായിട്ട് നൽകുന്നത്. നമുക്ക് പിന്നെ അവിടെ ഒരു ചെറിയ സംഭാവന ഇടാം. അത് കഴിഞ്ഞ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അവർ ഈ പായസം എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തായി ഒരു സന്യാസി വര്യൻ്റെ സമാധി സ്ഥലമുണ്ട്. ആ സമാധി സ്ഥലം ഇപ്പോഴും വളരെ കാര്യമായിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ സമാധി സ്ഥലത്ത് സന്യാസി വര്യൻ്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആ സന്യാസി വര്യനെ അതേ രൂപത്തിൽ തന്നെ അവിടെ അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് ഈ ക്ഷേത്ര മുറ്റത്ത് ഉള്ള ഒരു അത്ഭുത കിണറാണിത്. ഇത് വളരെ കാര്യമായിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ കിണറിൽ ശുദ്ധമായ വെള്ളം എപ്പോഴും ലഭിക്കുന്നുണ്ട്. അതിന് ചില ഐതിഹ്യ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൽ അവിടെ പോയി തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ കണ്ട ഒരു പ്രത്യേകത എന്നത് ഒരു രുദ്രാക്ഷ മരങ്ങൾ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി അവിടെ ഒരു പ്രത്യേകതരം ശില അവിടെ ഗ്ലാസ്സിലിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് രാമശില. നമ്മുടെ സേതുബന്ധനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമന് ശ്രീലങ്കയിലേക്ക് പോകാൻ വേണ്ടി സേതുബന്ധം നിർമ്മിച്ച ആ രാമശില അത് വെള്ളത്തിലിങ്ങനെ ഉയർന്നു കിടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളത്തിൽ ഉയർന്ന് കിടക്കുന്ന രാമശില. അത് എയർ ബബിൾസാണ് ഈ പാറയുടെ നിറയും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത്തരത്തിലുള്ള അനവധി ലക്ഷക്കണക്കിന് പാറ കൊണ്ടാണ് സേതുബന്ധനം നിർമ്മിച്ചത് കന്യാകുമാരിയിൽ നിന്നും ശ്രീലങ്കയിലേക്ക്. ഹരിദ്വാറിലെ കാങ്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷ പ്രജാപതിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ദക്ഷയാഗത്തിന് നടന്ന സ്ഥലം ആണ് എന്നാണ് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. അങ്ങനെ യാഗം നടന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കുന്നത്. നാഗര വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്ത് ഒറ്റ ശിഖരമുണ്ട്. ചുറ്റും ചെറിയ താഴികക്കുടങ്ങളുണ്ട്. ശിവന്റെ ഒരു പ്രകടനമായ ഒരു വലിയ ശിവലിംഗം തന്നെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ തൊട്ട് അടുത്തായി ഗംഗാനദി ഒഴുകുന്നുണ്ട്. ഗംഗാനദിയിൽ മുങ്ങി ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ കുളിക്കാനെത്തുന്നവർ പിന്നെ ഗംഗയിലേക്ക് അർപ്പിക്കുന്ന നാണയത്തുട്ടുകൾ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളെ ചിത്രമാണ് അയാൾ അറിയാതെ തന്നെ പകർത്തിയത്. ഒരു ദിവസത്തെ ഹരിദ്വാർ ദർശനങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഈ മടങ്ങുമ്പോൾ തന്നെ രാവിലെ ഞങ്ങൾ ദർശനം നടത്തിയ മനസാദേവി ക്ഷേത്രം, കുന്നിൻ മുകളിൽ ആ മനസാദേവി ക്ഷേത്രം നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇതാണ് മനസാദേവി ക്ഷേത്രം. അതും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് പോകുന്നത്.